കടുക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്ത വിധം മാർച്ചായപ്പോഴേ കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിലാണ്. ജലസംഭരണികളെല്ലാം ഏതാണ്ട് വരണ്ടു കഴിഞ്ഞു. പകൽ സമയം പുറത്തിറങ്ങുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ച് തുടങ്ങിയിരിക്കുന്നു. സാധാരണ ഏപ്രിൽ പകുതിക്ക് ശേഷമൊക്കെ കേട്ടിരുന്ന സൂര്യാതപവും കുഴഞ്ഞുവീഴലും ഒക്കെ ഇപ്പോഴേ കേട്ടു. കാലാവസ്ഥ കടുത്തുകൊണ്ടിരിക്കുകയാണ്. വേനൽമഴ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് എത്തിയുമില്ല. കേരളം ചുട്ടുപൊള്ളുകയാണ്. കരുതിയിരിക്കണം. ഇന്ന് ന്യൂസ് 18 ലൈവത്തോൺ സംഘടിപ്പിക്കുകയാണ് കത്തുന്ന കേരളം. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥിതി ഗുരുതരമാകും. ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. ഓരോ വർഷവും ചൂട് ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അൾട്രാവയലറ്റ് ഇൻഡെക്സ് റെഡ് അലർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ജില്ലകളിൽ 35 ഡിഗ്രിക്ക് മുകളിലാണ് ശരാശരി ചൂട്. പാലക്കാട് 38 എത്തിയപ്പോൾ UV ഇൻഡെക്സും അവിടെ ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലകളായ വയനാടും ഇടുക്കിയിലും ചൂട് 35 ഡിഗ്രി കടന്നു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമാകും. UV ഇൻഡെക്സ് പല സ്ഥലങ്ങളിലും കൂടുന്നതായിട്ട് നമ്മുടെ കാലാവസ്ഥ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UV ഇൻഡെക്സിനെ തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ വാർമിംഗ് ഒരു ഇൻഡയറക്ട്ലി അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള മഴ ഒരു എൻഡ്, പിന്നെ വരൾച്ച അത് വേറൊരു എൻഡ്. അപ്പം ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ഈ ക്ലിയർ സ്കൈ കണ്ടീഷൻസ് പ്രൊലോങ് ചെയ്യിപ്പിക്കുകയും ഒരു ഡ്രൈ കണ്ടീഷൻ പ്രൊലോങ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. സംസ്ഥാനത്ത് UV ഇൻഡെക്സ് കൂടുന്നത് പതിവാണെങ്കിലും വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ ഇത്ര ഉയരുന്നതാണ് ആശങ്ക. ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. അന്തരീക്ഷത്തിനും കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിക്കും. മേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസത്തിന്റെയും സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. എന്തായാലും ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ
നിർദ്ദേശം മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിൽ ന്യൂസ് 18 അത് ഗൗരവത്തോടെ വളരെ ഗൗരവത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ലൈവത്തോൺ സംഘടിപ്പിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന കേരളം. ലൈവത്തോണിൽ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് ചൂടുമായി ബന്ധപ്പെട്ട വാർത്തകൾ എത്തിക്കും. ഒപ്പം ആരോഗ്യ വിദഗ്ധർ എങ്ങനെ ഈ ചൂടിനെ നമുക്ക് മറികടക്കാം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ എല്ലാ മേഖലയെയും ബാധിക്കുന്ന രീതിയിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആരോഗ്യ വിദഗ്ധർ അടക്കം പങ്കെടുക്കുന്ന ചർച്ചകൾ 10 മണി മുതൽ പ്രേക്ഷകരിലേക്ക് എത്തും. ഒപ്പം കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകൾ, അവിടെയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാം സമഗ്രമായ മണിക്കൂറുകൾ, ചൂടുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ചുട്ടുപൊള്ളുന്ന കേരളം എന്ന പേരിൽ ലൈവത്തോൺ പ്രേക്ഷകരിലേക്ക് എത്തും. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ട് നിവാസികൾ കാലങ്ങളായി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. മേഖലയിലെ വോൾട്ടേജ് ക്ഷാമമാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. KSEBയുടെ അവഗണനയിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലുമാണ്. വെട്ടിക്കുഴിക്കവല കല്യാണത്തണ്ട് മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കുകയാണ്. വോൾട്ടേജ് ഇല്ലാത്തതിനാൽ കുടിവെള്ളത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. കുട്ടികളുടെ പഠനം, മറ്റ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതും എല്ലാം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ഇവിടുത്തെ പ്രദേശവാസികളും ജനപ്രതിനിധികളും കയറിറങ്ങി നടക്കുകയാണ്. ചെല്ലുമ്പോൾ അവർ പറയുന്നത് മെറ്റീരിയൽ ഇല്ല, ഫണ്ടില്ല, അല്ലെങ്കിൽ ഉടൻ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇത് ചെയ്തു തരാനുള്ള മാർഗ്ഗങ്ങൾ നോക്കിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞ് മടക്കി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ജലസേചന പദ്ധതികൾക്കായി ഉപയോഗിച്ചിരുന്ന മോട്ടോറുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയാതായതോടെ ഏലം ഉൾപ്പെടെയുള്ള കാർഷിക വിളകളും ഉണങ്ങി നശിച്ചു. ഇവിടുത്തെ വോൾട്ടേജ് ക്ഷാമം എന്ന് പറയുന്നത് വളരെ രൂക്ഷമാണ്. പകല് ഒന്ന് മോട്ടർ അടിക്കുവാനോ വെള്ളം തീർന്നു പോയാൽ വെള്ളത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാനോ, കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഇപ്പം പഠന സമയമാണ്, ഈ ചൂടത്തൊക്കെ ഇരുന്ന് ഒന്ന് ഫാനിട്ടിട്ട് അവർക്കൊന്ന് പഠിക്കുവാനോ ഉള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പം നിലവിൽ ഈ ഒരു മേഖലകളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ജനം ദുരിതം അനുഭവിക്കുമ്പോഴും വൈദ്യുതി വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. പ്രതിഷേധം ശക്തമായതോടെ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ നടപടിയെടുത്തുവെങ്കിലും പാതി വഴിയിൽ മുടങ്ങി. ഇനി പ്രതിഷേധം സംഘടിപ്പിക്കാതെ മറ്റു വഴിയില്ലെന്ന് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗൺ വ്യാപാരികളുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹയാത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ 19 വർഷമായി വ്യാപാരികൾ ഇഫ്താർ സംഗമം നടത്തുന്നുണ്ട്. കാസർഗോഡ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി MI ഷാജി നോമ്പുതുറ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യപ്രഭാഷണവും ആദരിക്കൽ ചടങ്ങും നടത്തി. ചന്തേര CI KP സതീഷ്, സബ് ഇൻസ്പെക്ടർ തമ്പാൻ, ചുഴലി മുഹിയുദ്ദീൻ മൗലവി എന്നിവർ സംസാരിച്ചു. മാലിന്യത്തിനെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായി ഇടുക്കി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി മാറ്റുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന്റെ ഭാഗമാണ് സെൽഫി പോയിന്റ്. ആളുകൾക്ക് ഇവിടെ എത്തി സെൽഫി എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്ന ചിത്രത്തിന് ക്യാഷ് പ്രൈസും നൽകും. ഈ സെൽഫി പോയിന്റ് വന്ന നിരവധിയായ ആളുകൾക്കെല്ലാം സെൽഫി എടുക്കാം. ഏറ്റവും നന്നായി സെൽഫി എടുക്കുന്ന ആൾക്ക് ഒരു മത്സര സമ്മാനം എന്നൊരു 3001 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ പഞ്ചായത്ത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ തുടച്ചു നീക്കാനും നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിനായി ഒത്തൊരുമിക്കാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. കേരളത്തിലെ മികച്ച ഹരിതകർമ്മസേനയാണ് ഇവിടെയുള്ളത്. ഇരട്ടയാറ്റിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത നാളേക്കായുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ സെൽഫി പോയിന്റ്. ന്യൂസ് 18 ഇടുക്കി. ഇരട്ടയാറിൽ മാലിന്യമുക്ത പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ, അത് ഗംഭീരമായി മുന്നോട്ട് പോകുമ്പോൾ ഇടുക്കിയിലേക്കൊന്ന് പോകാം. അവിടെ മാലിന്യം വലിച്ചെറിയുന്നവരുടെ വീടുകളിൽ തന്നെ മാലിന്യം തിരികെ എത്തിച്ചിരിക്കുകയാണ് കട്ടപ്പന നഗരസഭ. കല്യാണത്തണ്ട് സ്വദേശിയുടെയും കട്ടപ്പന സ്വദേശിയുടെയും വീടുകളിലാണ് ഇത്തരത്തിൽ ഇവർ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ നഗരസഭ ഉദ്യോഗസ്ഥർ തിരികെ എത്തിച്ചത്. വ്യത്യസ്ത നടപടികളുമായിട്ടാണ് കട്ടപ്പന നഗരസഭ മാലിന്യ നിക്ഷേപത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ഇതേ മാലിന്യങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ തിരികെ എത്തിക്കാനാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. പൊതുസ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്നും പേര് വിവരങ്ങൾ കണ്ടെത്തി അവ നിക്ഷേപിച്ചവർക്ക് തന്നെ കൈമാറും. അതോടൊപ്പം പിഴയും ചുമത്തും.
ഇവിടെ ഈ റോഡ് വെക്കൽ ഒരു മെത്ത കഴിഞ്ഞ ദിവസം കൊണ്ട് ഉപേക്ഷിച്ചതായിട്ട് അറിവ് കിട്ടിയ നമ്മളൊരു ഭാഗത്തുനിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വരുമ്പം ഓരോ സൈഡിൽ ആൾക്കാർ അണികൃതമായിട്ട് കൊണ്ട് മാലിന്യങ്ങൾ തള്ളിയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ മെത്ത തിരിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഫൈനും കൂടെ കൊടുക്കുന്നുണ്ട്. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ കട്ടപ്പന സ്വദേശിയുടെയും കല്യാണത്തണ്ട് സ്വദേശിക്കുമെതിരെയാണ് നടപടികൾ സ്വീകരിച്ചത്. നഗരത്തിനുള്ളിൽ മാലിന്യ നിക്ഷേപം ഒരു പരിധിവരെ തടയുക എന്നതാണ് ഇത്തരത്തിലുള്ള നടപടികളുടെ ലക്ഷ്യം. വരും ദിവസങ്ങളിലും കർശനമായി ഇത്തരം നടപടികളിലേക്ക് കടക്കാനാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് വരാം. ആ നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടെ ജനങ്ങൾ കാണണം. ആ എക്സ്പ്ലെയിനർ അത്രയും ഗൗരവമുള്ളത് തന്നെയാണ്. ഇനിയും ചൂട് കൂടും എന്ന സാഹചര്യത്തിൽ പ്രൗഢി വീണ്ടെടുത്ത് ആധുനിക രീതിയിലേക്ക് മാറാനൊരുങ്ങി പാലക്കാട് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കർഷകർക്ക് നല്ല ഇനം വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും ലഭ്യമാകുന്ന തരത്തിലുള്ള ബൃഹത് പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. നവീകരണ പ്രവൃത്തികൾക്ക് 5 കോടി രൂപയുടെ ഭരണാനുമതിയായി. ഇതോടെ ഫാം ടൂറിസത്തിനും സാധ്യത കൂടി തെളിയുകയാണ്. ശാസ്ത്ര സാങ്കേതിക വഴികളിലെ പുത്തൻ ആശയങ്ങളുമായി ഇന്നൊവേഷൻ എക്സ്പോ എൻജിനെക്സ് 2025 വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കേരള സെഷനും വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെയും സഹകരണത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സാങ്കേതിക രംഗത്തെ പ്രൊഫഷണലുകളും പങ്കെടുത്ത എക്സ്പോയിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ സുസ്ഥിര വികസനം, വ്യാവസായിക രംഗത്തെ നവീകരണം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകളും ചർച്ചകളും നടന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള 60ഓളം പ്രോജക്ട് പ്രസന്റേഷനുകളും പേപ്പർ പ്രസന്റേഷനുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. കൺവേർട്ടബിൾ വീൽചെയർ കം ബെഡ്, ബയോഗ്യാസും പെട്രോളും ഉപയോഗിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന വാഹനം, വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിരീക്ഷണ സംവിധാനം, ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള അക്വാ ട്രാഷ് കളക്ടിംഗ് മെഷീൻ തുടങ്ങി പുത്തൻ ആശയങ്ങളാണ് എക്സ്പോയിൽ അവതരിപ്പിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലീബ വർഗീസ്, ഡോക്ടർ വിനോജ് കെ, ഡോക്ടർ അരുൺ കെ, വിദ്യാർത്ഥികളായ ജിഷ്ണു ശ്രീകുമാർ, ഏഞ്ചല എൽസ ജോബി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 എറണാകുളം. അരനൂറ്റാണ്ടോളം നീണ്ട വഴിയില്ലാത്ത ദുരിതത്തിന് പരിഹാരം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് വണ്ടൂർ ചെട്ടിയാറമ്മൽ, മണിയറംപൊയിൽ, പൊറ്റമ്മൽ ഭാഗത്തെ 6ഓളം കുടുംബങ്ങൾ. നാട്ടുകാരനായ CP സിറാജ് അടക്കമുള്ളവർ മുന്നിട്ടിറങ്ങി നടത്തിയ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇവർക്ക് വഴിയെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ചുറ്റിലും വയലും തോടും. ഈ ഭാഗത്തെ 6ഓളം കുടുംബങ്ങൾക്ക് സംസ്ഥാന പാതയിലെത്തണമെങ്കിൽ പാടവരമ്പിലൂടെ നടന്ന തോട് കയറിയിറങ്ങി വേണമായിരുന്നു. വിവിധ മഹല്ല് കമ്മിറ്റികളുടെയും സുമനസ്സുകളായ സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് 2 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ വാഹനം വീട്ടിലേക്കെത്തുന്ന രീതിയിൽ റോഡ് യാഥാർത്ഥ്യമായത്. വർഷങ്ങൾക്കിപ്പുറം റോഡ് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് കുടുംബങ്ങൾ. സിറാജ് വന്നിട്ട് സിറാജ് ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രാവശ്യം വന്നു, അന്ന് പറഞ്ഞു അഞ്ചത്തിനോടും അഞ്ചുമിനോടും പറഞ്ഞിട്ട് അത് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നുണ്ട് ഞാൻ ചെയ്തു തരാം. പക്ഷെ ഓൻ ആ വാക്ക് വരിച്ചിക്കണമെന്നില്ല. ഇതാണ് ആരിപ്പം എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ ഈ പഞ്ചായത്ത് മെമ്പറും പിന്നെ പഞ്ചായത്ത് ബ്ലോക്കോ MLA ഏത് ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും ഇതിപ്പോൾ നടക്കാനുള്ള രൂപത്തിലാക്കി തന്നല്ലോ അത് ജാരിയും ചെയ്ത് തരണം. നടവഴിയായി വരമ്പത്ത് കൂടിയാണ് ഞങ്ങൾ അങ്ങാടിക്ക് ഹോസ്പിറ്റലിലേക്കും ഒക്കെ പോയിരുന്നത്. കുട്ടികളൊക്കെ എടുത്തുകൊണ്ടാണ് പോയിരുന്നത്. കുട്ടികളെയും വലിയവരൊക്കെ കഷായൊക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നത്. ഇനി ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഈ വഴിയൊന്ന് ശരിയാക്കി തരണം. ചെട്ടിയാറമ്മൽ മഹല്ല് കമ്മിറ്റി, കോട്ടക്കുന്ന് മഹല്ല് കമ്മിറ്റി, അംജദ്, അംജു, മനു പ്രജിത്ത് തുടങ്ങിയവർ വഴി നിർമ്മിക്കാനായി സൗജന്യമായി സ്ഥലം നൽകിയതോടെയാണ് റോഡ് യാഥാർത്ഥ്യമായത്. 3 മീറ്റർ വീതിയിൽ 200 മീറ്റർ നീളത്തിലാണ് പുതിയ റോഡ്. വർഷങ്ങളായിട്ട് വഴിയില്ലാതെ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് ഒരു 12 അടിയോളം വരുന്ന വീതിയിലുള്ള വഴി 200 മീറ്ററിലധികം നീളത്തിലും അവരൊരു സ്വപ്ന സൽക്കാരം നിറവേറ്റാൻ സാധിച്ചു.
ഇനി ഇത് പിന്നെ MLAയുടെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതേപോലെ പഞ്ചായത്തിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊരു അവർക്ക് യാത്രായോഗ്യമാക്കുന്ന രീതിയിലുള്ളൊരു പിന്നെ റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇനി ജനപ്രതിനിധികൾ ഇടപെട്ട് റോഡ് ടാറിംഗ് നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 മലപ്പുറം. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡുകളും മന്ത്രി വിതരണം ചെയ്തു. പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ക്ഷീരവികസന വകുപ്പ് നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇതിൽ ഉൾപ്പെടുന്നതാണ് ഫോക്കസ് ബ്ലോക്ക് പദ്ധതി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 50 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ ക്ഷീര കർഷകർക്കും സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ വരുമാന പരിധി ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്നും ഫോക്കസ് ബ്ലോക്ക് പദ്ധതി ക്ഷീര ഉൽപാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു. നമ്മളിപ്പോൾ കേരളത്തിൽ നാം വളർത്തിയെടുത്ത് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാനുള്ളത്. ആ പാലിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന പോഷക സമൃദ്ധമായ ഒരു പാലായിട്ട് തനത് പശുവിൻ്റെ പാല് ഇന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമാണ്. അവിടെയാണ് കേരളത്തിലെ ക്ഷീര കർഷകർ ഇന്ന് നമുക്കറിയാം ഈ പാലുൽപാദന രംഗത്ത് നമ്മെ സഹായിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള കർഷകർ ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നു. ക്ഷീര സഹകാരി അവാർഡ്, ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ്, മികച്ച ക്ഷീര കർഷകർക്കുള്ള ക്ഷീര കർഷക ക്ഷേമനിധി അവാർഡ്, ക്ഷീര സംഘം ജീവനക്കാർക്കുള്ള അവാർഡുകളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് തുടങ്ങിയ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. 1.5 ദശാബ്ദത്തെ കാത്തിരിപ്പിന് ശേഷം കായംകുളം ഗവൺമെന്റ് ITIക്ക് സ്വന്തമായൊരു കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ITIക്ക് പുതിയ കെട്ടിടത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കലിലെ പ്രതിസന്ധി കളക്ടർ ഇടപെട്ട് പരിഹരിച്ചു. കളക്ടറുടെ വർക്ക് ഡെപ്പോസിറ്റ് അക്കൌണ്ടിൽ നിന്നും 75 ലക്ഷം രൂപ നഗരസഭയ്ക്ക് അനുവദിച്ചതോടെയാണ് പ്രതിസന്ധി നീങ്ങിയത്. കായംകുളത്ത് 17 വർഷം മുമ്പാണ് തൊഴിൽ വകുപ്പ് ഗവൺമെന്റ് ITI ആരംഭിച്ചത്. നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറിയിലാണ് നിലവിൽ ITI പ്രവർത്തിക്കുന്നത്. സ്വന്തമായി കെട്ടിടമില്ലാത്തത് ITIയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. KP റോഡിൽ വെട്ടത്തേത്ത് വയലിൽ 1 ഏക്കർ സ്ഥലമാണ് കെട്ടിടം നിർമ്മിക്കാൻ നഗരസഭ വിലയ്ക്ക് വാങ്ങുന്നത്. സ്ഥലമേറ്റെടുക്കാൻ 2014 നഗരസഭ 75 ലക്ഷം മാറ്റിവെച്ചത്. ഇത് സർക്കാർ ഉത്തരവ് പ്രകാരം കളക്ടറുടെ വർക്ക് ഡെപ്പോസിറ്റ് ഫണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. 2018 തോന്നുന്നു എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പം നമ്മുടെ ഈ പൈസ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കായംകുളം നഗരസഭയുടെ ട്രഷറി അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നിട്ടുണ്ട്. 75 ലക്ഷം രൂപയും പദ്ധതി പണത്തിൽ നിന്നും 34 ലക്ഷം രൂപ പദ്ധതിയിൽ നിന്ന് നമുക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വെച്ചിട്ടുണ്ട്. ബാക്കി പൈസ നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂമിയെ നഗരസഭയുടെ പേരിലേക്ക് ആക്കാനുള്ള എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം വാങ്ങാൻ നടപടി ആരംഭിച്ചപ്പോൾ വസ്തുവിന്റെ ഉടമകളിൽ ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ നടപടികൾ കാലതാമസം നേരിടുകയായിരുന്നു. പിന്നീട് സ്ഥലമുടമകളുമായി നടത്തിയ ചർച്ചയിൽ ITI നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകുന്നതിന് ഉടമകൾ സമ്മതം അറിയിച്ചു. മാത്രമല്ല ട്രഷറി നിയന്ത്രണങ്ങളുടെ പേരിൽ 25 ലക്ഷത്തിന് മുകളിലുള്ള തുക കൈമാറാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ മുഴുവൻ തുകയും അനുവദിച്ചതോടെ സ്ഥലമേറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് 18 കായംകുളം. ഭിന്നശേഷി കുട്ടികൾക്കായി അടിമാലിയിൽ പണി കഴിപ്പിച്ച ഓട്ടിസം സെന്ററിന്റെ പുതിയ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. അടിമാലി BRCക്ക് കീഴിലുള്ള ഓട്ടിസം സെന്ററിന്റെ ഭാഗമായാണ് കെട്ടിടം നിർമ്മിച്ചത്. വയറിംഗ് ഉൾപ്പെടെയുള്ള ചെറിയ ജോലികൾക്ക് ശേഷം തുറന്നു കൊടുക്കാം എങ്കിലും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഭിന്നശേഷി കുട്ടികളുടെ സ്പീച്ച് തെറപ്പി, ഫിസിയോതെറപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, പ്രത്യേക പരിശീലന പരിപാടികൾ ഉൾപ്പെടെ വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഓട്ടിസം സെന്റർ പ്രവർത്തിക്കുന്നത്. അടിമാലി BRCക്ക് കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. നിലവിലുള്ള കെട്ടിടത്തിന്റെ സ്ഥലപരിമിതി പ്രവർത്തനത്തിന് പ്രതിസന്ധി ആയതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ബിൽഡിങ്ങിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിയുകയാണ്. ഇതുവരെ അത് തുറന്നു കൊടുക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിട്ടില്ല. ഇപ്പോഴും സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ അടിമാലിയിൽ ഇടുങ്ങിയ സൗകര്യത്തിലാണ് ഈ കുട്ടികൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപുലമായ വിശാലമായ ഏരിയ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ അനുവദിച്ചതും നിർമ്മാണം പൂർത്തീകരിച്ചതും. നാളിതുവരെയായും ഇത് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോഴും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഈ കുട്ടികൾ കഴിയുന്നത്. 10 ലക്ഷം രൂപ ചെലവിട്ട് അടിമാലി സർക്കാർ ഹൈസ്കൂൾ മുറ്റത്ത് പുതിയ കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല.
32 കുട്ടികൾക്കാണ് സെന്ററിന്റെ പ്രയോജനം ലഭിച്ചിരുന്നത്. വയറിംഗ് ഉൾപ്പെടെയുള്ള നാമമാത്രമായ ജോലികളാണ് ഇനി ബാക്കിയുള്ളത്. പണികൾ പൂർത്തീകരിച്ച് കാലതാമസം ഒഴിവാക്കി കെട്ടിടം കൊടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 അടിമാലി. പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ മുനിസിപ്പൽ ടവർ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 10 കോടി 50 ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് 5 നിലകളിലായി മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. കാലപ്പഴക്കവും സൗകര്യക്കുറവുമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി പ്രകാരമാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചത്. 5 നിലകളിലായാണ് മുനിസിപ്പൽ ടവർ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പട്ടാമ്പി പെരുന്തമണ്ണ റോഡിൽ ഫിഷ് മാർക്കറ്റിന് സമീപമാണ് മുനിസിപ്പൽ ടവർ നിർമ്മാണം. കെട്ടിടത്തിന്റെ 1ാം നിലയുടെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്ന തരത്തിൽ അത്യാധുനിക രീതിയിൽ നഗരസഭയുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുഹമ്മദ് മുഹസിൻ MLAയും നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും പദ്ധതി പ്രദേശം സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് കിഫ്ബി വഴി നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പട്ടാമ്പി മുനിസിപ്പൽ ടവർ. ഈ മുനിസിപ്പൽ ടവറിന്റെ കോൺക്രീറ്റിംഗ് ആണ്, ആദ്യത്തെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബിന്റെ വർക്കുകളാണ് നടക്കുന്നത്. 10 കോടി 50 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് കിഫ്ബിയിൽ ഈ വർക്ക് നടക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. പട്ടാമ്പിയിലെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ ആസ്ഥാനം എന്ന നിലക്കാണ് ഈ ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത്. ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതിനായി മികച്ച ഓഫീസ് സൗകര്യവും ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ, ശുചിമുറികൾ, വിശ്രമ കേന്ദ്രം, വാഹന പാർക്കിംഗ് എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും. നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലപരിമിതിയിലാണ് ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത്. പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാകുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വലിയ സഹായമാകും. ന്യൂസ് 18 പട്ടാമ്പി. സാഹസിക പ്രേമികൾക്ക് ഇനി വാഗമണിലേക്ക് പോകാം. അവിടെ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിന് അടുത്ത ബുധനാഴ്ച തുടക്കമാവുകയാണ്. ഈ മാസം 23 വരെയാണ് ഫെസ്റ്റ്. വാഗമണ്ണിലെ പാരാഗ്ലൈഡിംഗ് സാധ്യതകൾ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ടൂറിസം വകുപ്പാണ് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഫെസ്റ്റ്. 75 മത്സരാർത്ഥികളും 40-ലധികം വിദേശ ഗ്ലൈഡറുകളും പങ്കെടുക്കും. KATPS, DTPC, FAI, എയ്റോ ക്ലബ് ഓഫ് ഇന്ത്യ എന്നിവയുടെ സഹകരണവുമുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, US, UK, നേപ്പാൾ, ബെൽജിയം, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, തുർക്കി, ബ്രസീൽ, കാനഡ, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മത്സരാർത്ഥികൾ. ഇവർക്കു പുറമെ ആഭ്യന്തര മത്സരാർത്ഥികളും പങ്കെടുക്കും. 1ാം സ്ഥാനത്തിന് 1.5 ലക്ഷം രൂപയും 2ാം സ്ഥാനത്തിന് 1 ലക്ഷം രൂപയും 3ാം സ്ഥാനത്തിന് 50,000 രൂപയുമാണ് സമ്മാനം. പാരാഗ്ലൈഡിംഗ് മത്സരങ്ങളോടനുബന്ധിച്ച് വാഗമൺ ഫെസ്റ്റ് സംഘടിപ്പിക്കാനും ആലോചനയുണ്ട്. ന്യൂസ് 18 വാഗമൺ. മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ അഴക് വിരിയിച്ച് നിൽക്കുന്ന നീലവാഗ മരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ജക്രാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിന്റെ മലനിരകളിൽ നീലവസന്തം അണിയിച്ചിരിക്കുന്നത്. മൂന്നാറിലെ പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചയ്ക്ക് ഏറെ ഭംഗി നൽകുന്നതാണ്. പാതയോരങ്ങളിലാകെ നീലവാഗപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ ഭംഗിയുള്ള കാഴ്ചകളിലൊന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ജക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. റോഡരികിൽ കൂട്ടമായി പൂത്തെളിഞ്ഞു നിൽക്കുന്ന ജക്രാന്തകൾ കാണുവാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. പാതയോരങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ മോടി പിടിപ്പിക്കുവാൻ വിദേശ രാജ്യങ്ങളിലും നീലവാഗകൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ജക്രാന്തയുടെ ശാസ്ത്രനാമം മിമോസിഫോളിയ എന്നതാണ്. മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നീലവാഗകൾ കൂടുതൽ മനോഹര കാഴ്ചകൾ സമ്മാനിക്കും. ന്യൂസ് 18 ഇടുക്കി. നമുക്ക് എന്തായാലും ഈ ദിവസം വളരെ പോസിറ്റീവായിട്ട് തുടങ്ങാം. ഇനി കാണാം നല്ല വാക്ക്.